പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ED കാത്തിരിക്കുകയാണ്. എൻ്റെ പാർലമെൻറ്റിലെ ചക്രവ്യൂഹ പ്രസംഗം 2 പേരിൽ ഒരാളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ED ഡയറക്ടറെ നിങ്ങൾ വരൂ, ചായയും ബിസ്ക്കറ്റും റെഡി. അതേ, രാത്രി 1:52 ഈ ട്വീറ്റ്. വളരെ ഒരു മനുഷ്യരൊക്കെ കിടന്നുറങ്ങുന്ന, സാധാരണ എല്ലാവരും ഒക്കെ ഉറങ്ങുന്ന സമയമാണ്. എന്താണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാര്യം? പറയുന്നുണ്ട്, ഇൻസൈഡ് ഇൻഫർമേഷൻ EDയിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും EDയിൽ കോൺഗ്രസ്സുകാരുണ്ട് എന്ന് സാരം. ഞാൻ ആ ട്വീറ്റ് ഒന്ന് വായിക്കാം. അപ്പാരൻ്റ്ലി 2 in 1 ഡിഡിൻ ലൈക്ക് മൈ ചക്രവ്യൂഹ സ്പീച്ച്. ഈ 2 in 1 എന്ന് പറഞ്ഞാൽ എന്താ? വ്യാഖ്യാനിക്കപ്പെടുന്ന മോദിയും അമിത്ഷായും ഉദ്ദേശിച്ചാണ്. അതിന് അമിത്ഷാ 2 പേരിൽ. അങ്ങനെയാണെങ്കിൽ 1 in the 2 എന്നല്ലേ വരേണ്ടത്? ചെറിയ പെശകൊക്കെ പറ്റും രീതി. അല്ല, ഈ 2 in 1 എന്നും 1 in 2 അതാണ് ശരി. ആ, കാര്യം മനസ്സിലാക്കിയാൽ പോരെ? അല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്, ഞാൻ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? അതെ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയ 2 പേരിൽ അമിത്ഷാ ഈ ബോധമില്ലാതെ എഴുതിയതാണ്. രാത്രി സമയം വെച്ചിട്ടാണോ പറയുന്നത്? 1:52 തലയ്ക്ക് വിളിവില്ലാതെ എഴുതിയത്. ഞാൻ അത് വെറുതെ പറയുന്നതല്ല. 2 in 1 ഡിഡിൻ ലൈക്ക് മൈ ചക്രവ്യൂഹ സ്പീച്ച്. നൗ 2 in 1 എന്ന് പറഞ്ഞാൽ 1 in the 2 എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതെന്ത് പരിപാടിയാണ്? എനിക്ക് മനസ്സിലാവും. ലോക്സഭ എന്താ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. 2 in 1 എന്ന് പറഞ്ഞ് ഞാൻ നേരെ തിരിച്ചു വേണം മനസ്സിലാക്കാൻ. ഇത് വിഴുങ്ങാൻ സുനിലിനെ പോലെ കുറേ ആൾക്കാർ. ഈ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. എവരിബഡി ടേക്സ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. 2 in 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരിൽ ഒരാൾ. അങ്ങനെ അർത്ഥമില്ല 2 in 1-ന്. അതിപ്പോൾ എഴുതിയാലും തെറ്റ് പറ്റിയാലും നമ്മൾ ശരി മനസ്സിലാക്കിയാൽ പോരെ. ഡിഡിൻ ലൈക്ക് മൈ ചക്രവ്യൂഹ സ്പീച്ച്. ED ഇൻസൈഡേഴ്സ്, അത് ഇൻവെർട്ടഡ് കോമയിലാണ്. ED ഇൻസൈഡേഴ്സ് ടെൽ മീ എ റെയ്ഡ് ഈസ് ബീയിങ് പ്ലാൻഡ്. കുഴപ്പമില്ല. വെയിറ്റിംഗ് വിത്ത് ഓപ്പൺ ആംസ്, കൈ തുറന്ന് നിൽക്കുക. ശരി, ഡയറക്ടർ EDയെ ടാഗ് ചെയ്തിട്ടുണ്ട്. ചായ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ. എന്താ ഈ ചായ ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ? ഞാനത് എനിക്ക് മനസ്സിലായില്ല. ഓൺ മീ എന്ന് എൻ്റെ മേലെ വെച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിൽ. ഇത് പറസില്ലേ? ഞാൻ അതുകൊണ്ട് ദിസ് ഡസൻറ്റ് കൺവേ എനി മീനിങ്. ഓൺ മീ ദിസ് ഫൂൾ ഈസ് നോട്ട് കൺവേയിങ് എനിത്തിങ് ടു എനിബഡി. അയാൾക്ക് പ്രാന്ത് കയറിയിട്ട് എന്തൊക്കെയോ എഴുതുകയാണ് രാത്രി 2 മണിക്ക്. ചായയും ബിസ്ക്കറ്റും എൻ്റെ മീതെ വീണു. ചായ ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ. ഞാൻ ഇന്നലെ വലിയ ഒരുപാട് ചർച്ചകൾ ഇതേപ്പറ്റി നടക്കുന്നു. ഒരുപാട് പഴയ തലമുറയിലെ പത്രപ്രവർത്തകർ അവരിവരൊക്കെ ഇത് അനലൈസ് ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഈ കാര്യം പറയുന്നില്ല. ഞാൻ നല്ല മനുഷ്യൻ, എനിക്ക് ഉള്ളിൽ വലിയ റെസ്പെക്റ്റ്, പരിചയമില്ല, പക്ഷേ ദീർഘകാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യം ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ഇതവരങ്ങ് ചുമ്മാ അവഗണിക്കുകയാണ്. ഈ 2 in 1 എന്നുള്ളതിൻ്റെ മീനിങ്ങും ഓൺ മീ, ചായ ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ, വെയിറ്റിംഗ് വിത്ത് ചായ ആൻഡ് ബിസ്ക്കറ്റ് മതി. അവിടെ ഫുൾ സ്റ്റോപ്പ് ആക്കണമെന്നില്ല. ഓൺ മീ എന്താ? ഇറ്റ് ഈസ് എ ഫൂളിഷ് ട്വീറ്റ് വിച്ച് എവറിബഡി സ്റ്റാർട്ടഡ് ഇൻ്റർപ്രറ്റിംഗ്. ഇന്നതാണ് അതിൻ്റെ. അല്ല, ഒരു കാര്യം വ്യക്തമായി, ഇത് രാഹുൽ ഗാന്ധി തന്നെ ഇട്ടതാണ്. അതൊരു ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സംശയത്തിൻ്റെ ആനുകൂല്യമൊക്കെ കൊടുത്തിട്ട് ഇയാളൊരു ഇമ്മച്വർ ആളാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ED ഇൻസൈഡർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, റെഡിയാണ്, പദ്ധതി റെഡിയാണ്, വരും. ഇത് വേറൊരു മാനസികാവസ്ഥയെ കൂടെ കാണിക്കുന്നുണ്ട്. പേടി, ഭയം. ഏത് നിമിഷവും ഒരു റെയ്ഡ് ഉണ്ടാവാം എന്നുള്ളൊരു ഭയം. ഏത് നിമിഷവും ഒരു റെയ്ഡ് ഉണ്ടാവാം. കാരണം നാഷണൽ ഹെറാൾഡ് കേസിൽ ED അന്വേഷണത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധിയെ അക്യൂസ്ഡ് ആക്കുകയോ വിറ്റ്നസ് ആക്കുകയോ ചെയ്തിട്ടില്ല. അതിനർത്ഥം ഏത് നിമിഷവും അവർക്ക് വീണ്ടും ചോദ്യം ചെയ്യാം, റെയ്ഡ് നടത്താം.
അതവർ ചെയ്തെന്നും വരും. ഇതിനു മുമ്പ് ഇത് പയറ്റിയ ആൾ കേജ്രിവാളാണ്. കേജ്രിവാൾ ഇങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യും, സിസോദിയെ അറസ്റ്റ് ചെയ്യും, നോക്കിയോ ഇയാളെ അറസ്റ്റ് ചെയ്യും, അയാളെ അറസ്റ്റ് ചെയ്യും, പിടിച്ചു അവസാനം സിസോദിയെ അറസ്റ്റിലായി. കേജ്രിവാളിനെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു മമതാ ബാനർജി ഓർ നമ്മളുടെ യു പിയിലെ യാദവ് ഉണ്ടല്ലോ, അഖിലേഷ് യാദവ് ആരോ വന്നപ്പോഴാണ് കേജ്രിവാൾ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് സിസോദിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഹീ ഈസ് ഗോയിങ് ടു ബി അറസ്റ്റഡ്, യു മീറ്റ് ഹിം നൗ, യു മെ നോട്ട് ഗെറ്റ് എ ചാൻസ് ലേറ്റർ ഓൺ. കാരണം ഇപ്പോൾ കണ്ടോ പിന്നെ കാണാൻ കിട്ടില്ല. സിസോദിയ ആകെ വഷളായിപ്പോയി. സിസോദിയയ്ക്കും ഈ പേടിയുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടും. അവസാനം സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കും ഈ പേടിയുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടും, റെയ്ഡ് ചെയ്യപ്പെടും. ഈ പേടിയുമായിട്ടാണ്. അതാണ് ഈ രാത്രി ഉറക്കത്തിൽ ഞെട്ടി എണീറ്റിട്ട് ഈ ഇംഗ്ലീഷും ഒക്കെ തെറ്റിച്ച്. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഈ ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെന്നാണ് എൻ്റെ ധാരണ. വലിയ വാഗ്മിയൊന്നും ഓണം ഒക്കെ പ്രയോഗിക്കാൻ അറിഞ്ഞുകൂടായിരിക്കുക. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം രാഹുൽ ഗാന്ധിക്ക്. അതുപോലും തെറ്റിപ്പോകുന്നത് ഈ ഭയം കൊണ്ടും പരിഭ്രമം കൊണ്ടുമാണ്. രാത്രിയിലാണ് ഇത് കൂടുന്നത്. നമ്മൾ സാധാരണ ഒരു മനുഷ്യന് നമുക്ക് രാത്രിയിൽ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ, പ്രശ്നങ്ങൾ ഒക്കെ വരും. രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് താമസം. അറ്റ്ലീസ്റ്റ് ആ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ആരോടെങ്കിലും സഹായം ചോദിക്കാനൊരു കുറച്ചിൽ തോന്നും, വല്ലാതെ പരിഭ്രമിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ വിഭ്രാന്തിയിൽ നിന്നുണ്ടായ ഒരു ട്വീറ്റാണ്. പക്ഷേ ആ വിഭ്രാന്തിക്ക് ഒരു ബേസ് ഉണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം അവർക്കറിയാം അവരെന്തൊക്കെ ഇടപെടും ചെയ്തിട്ടുണ്ട്, നല്ല ബോധ്യമുണ്ട്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഏകദേശം അവർക്ക് ഉറപ്പാണ്. ആ അറസ്റ്റിൻ്റെ ഭീതി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വേറൊന്ന്, ഈ നമ്മുടെ നെഹ്റു കുടുംബം, ഇവർ സാധാരണഗതിയിൽ കോടതി, പോലീസ്, അന്വേഷണ ഏജൻസി ഇതൊന്നും അവരെ തൊടാറില്ല. പണ്ട് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ഹരിയാന ബോർഡറിലുള്ള റെയിൽവേ ക്രോസിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ ജീപ്പിൽ നിന്നിറങ്ങി അവിടുത്തെ ഒരു കലങ്കിലിരുന്ന് ഷോയൊക്കെ ഉണ്ടാക്കി. ഇതല്ലാതെ നെഹ്റു കുടുംബത്തിലെ ആരും ഇന്ന് വരെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്ക്, 84 ഇന്ദിരാഗാന്ധി ദാരുണമായി വെടിവെച്ച് കൊല്ലപ്പെട്ടു സെക്യൂരിറ്റി ഗാർഡ്സ്. ഈ ശബ്ദം കേട്ട് ആദ്യം പുറത്തു വന്നത് സോണിയാഗാന്ധിയാണ്. പിന്നെ ആർ കെ ധവാൻ ഇന്ദിരയുടെ കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ടു ക്ലോസ് ടു ഇന്ദിര. ഇൻസിഡൻ്റലി ആർ കെ ധവാൻ പേഴ്സണൽ അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് എപ്പോഴും കൂടെയുണ്ട്. പറഞ്ഞപ്പോൾ എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വന്നതാണ്. ഇന്ദിരാഗാന്ധി വന്ന് കസേരയിലിരുന്നു പ്രൈവറ്റ് ഓഫീസിൽ. കണ്ണാടി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാല് ഊരി ഒടിഞ്ഞ് കയ്യിൽ വന്നു. ഇന്ദിര തുളഞ്ഞ് കയറുന്നൊരു നോട്ടം ആർ കെ ധവാൻ്റെ നേർക്ക്. ഭസ്മമായി പോകുക ആ നോട്ടം കണ്ടു കഴിഞ്ഞാൽ. ഒരു പ്രൈം മിനിസ്റ്റർ, അതും ഇന്ദിരാഗാന്ധി, കണ്ണാടി കയ്യിലെടുത്തപ്പോൾ ഒരു കാല് ഒടിഞ്ഞ് ഊരി കയ്യിലേക്ക് പോന്നിരിക്കുന്നു. ആർ കെ ധവാൻ അക്ഷോഭ്യനായിട്ട് വേറൊരു കണ്ണാടി പോക്കറ്റിൽ നിന്നെടുത്ത് അതിൻ്റെ കവർ തുറന്നിട്ട് നീട്ടി. ഇന്ദിര അത് കയ്യിലെടുത്തു. കറക്റ്റ് അതേ കണ്ണാടി, അതേ ഫ്രെയിം, എവറിത്തിങ് സെയിം. അത്രയ്ക്ക് കരുതലോടെയാണ് ആർ കെ ധവാൻ ഇന്ദിരയെ കൊണ്ടുകാണുന്നത്. ആർ കെ ധവാൻ ഏത് നിമിഷവും ഒരു കണ്ണടയുടെ കാല് ഒടിഞ്ഞു പോയാൽ പകരം സാധനം വേണം, അല്ലെങ്കിൽ അവൻ്റെ ജോലി പോകും, അവൻ്റെ ജന്മം കോഞ്ഞാട്ടയാകുമെന്ന് ധവാൻ അറിയാം. അത്രയധികം കെയർ എടുക്കുന്നതുകൊണ്ടാണ് ധവാനെ അവർ കൊണ്ടു നടന്നത്. അപ്പോൾ ഈ ധവാനും സോണിയാഗാന്ധിയുമാണ് ആദ്യ സ്പോട്ടിലേക്ക് ഓടി വരുന്നത്. സോണിയാഗാന്ധിയാണ് വെടിവെച്ച കേട്ടിട്ട്. എത്ര കമ്മീഷൻ, എന്തെല്ലാം അന്വേഷണം നടന്നു രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ പറ്റി. ഒരെണ്ണത്തിൽ പോലും സോണിയാഗാന്ധിയെ വിസ്തരിച്ചിട്ടില്ല.
അല്ല, ഇന്ദിരാഗാന്ധിയുടെ വധത്തെപ്പറ്റി എത്രയോ അന്വേഷണങ്ങൾ നടന്നു. ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. അവർ ആരും ചോദ്യം ചെയ്തിട്ടില്ല. സോ ഷീ ഫീൽസ് ദാറ്റ് ഞാൻ ചക്രവർത്തിനിയാണ്, എനിക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല, കോടതി ബാധകമല്ല, ഒന്നുമല്ല. ആ കുടുംബത്തിലെ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. രാജീവ് ഗാന്ധി അങ്ങനെ വിചാരിച്ചു, സോണിയാഗാന്ധി വിചാരിച്ചു, രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങനെ വിചാരിക്കുന്നു. ഈ വിചാരത്തിന് കനത്ത പ്രഹരമായിരുന്നു നാഷണൽ ഹെറാൾഡ്. മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നിന്ന് ജാമ്യം എടുക്കേണ്ടി വന്നു. ഹൗസ് ഓവർ ഹൈ യു മേ ബി, ലോ ഈസ് എബവ് യു എന്നുള്ളൊരു പ്രിൻസിപ്പിളുണ്ടല്ല, അത് സത്യമാണെന്ന് തെളിയിച്ചൊരു സീനായിരുന്നു അത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പറഞ്ഞ സാം പിട്രോഡ ഇവരെല്ലാം കോടതിയിൽ പോയി. ഇവർക്ക് ജാമ്യം നിൽക്കാനായിട്ട് മൻമോഹൻ സിംഗ്, AK ആൻ്റണി അവരുമൊക്കെ കോടതിയിൽ പോയി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു. പിന്നെ ED ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി. അങ്ങനെ ആകാശത്ത് നിന്ന് ഇവർ നിലത്തിറങ്ങി. അതിൻ്റെ ഷോക്ക് ഇപ്പോഴും അവർക്ക് മാറിയിട്ടില്ല. ഞങ്ങൾ നിയമത്തിന് വിധേയരല്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. ആണെന്നുള്ള സത്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോഴുണ്ടാവുന്ന സം സോർട്ട് ഓഫ് ഹാലൂസിനേഷനാണ് ഇതുപോലത്തെ വാലും തലയും ഗ്രാമറും ഒന്നുമില്ലാത്ത ട്വീറ്റ്സ്. എനിക്ക് ഒരു രീതിയിൽ നോക്കുമ്പോൾ സഹതാപമുണ്ട് രാഹുൽ ഗാന്ധിയോട്. കാരണം വർഷം എത്രയായി രാഹുൽ ഗാന്ധി വളരുന്നു, വളർന്നു വരുന്നു. ഈ ആദ്യത്തെ ഷോ ഓർമ്മയില്ലോ, ഭട്ടാ പർസോൾ എന്ന് പറഞ്ഞൊരു സാധനം, അങ്ങോട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് രാഹുൽ ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു എന്നൊക്കെ പറഞ്ഞു. വന്നില്ല, ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 54 നിന്ന് 99 ആയി കഴിയുമ്പോൾ അതൊരു കൂടുതൽ സീറ്റ് വർദ്ധിച്ചില്ലേ എന്ന്. വർദ്ധിച്ചു. അധികാരം എവിടെയെന്ന്? അധികാരമില്ലല്ലോ. ഈ പാർലമെൻറ്റിൽ കിടന്ന് 4 വെല്ലുവിളി വിളിക്കും. നരേന്ദ്രമോദി ചിലപ്പോൾ വേറെ ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് അതിന് മറുപടി പറയിക്കും. ഈ അനുരാഗ് ഠാക്കൂർ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കൊച്ചാക്കലല്ലേ. ഞാൻ മറുപടി ഒന്നും പറയേണ്ട കാര്യമില്ല. അത് പിള്ളേരാരെങ്കിലും എടാ അനുരാഗ് ഇവിടെ വാ, എന്താണെന്ന് വെച്ചാൽ അവന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് അതിൻ്റെ മെസ്സേജ്. അപ്പം അതും ഒരു കൊച്ചാക്കലാണ്. ഇതൊന്നും താങ്ങാൻ ഈ മനുഷ്യന് പറ്റുന്നില്ല. അപ്പോഴുണ്ടായ മാനസിക വിഭ്രാന്തി. ബട്ട് നെവർദിലെസ് ഈ പറഞ്ഞ ED റെയ്ഡ് ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. ED റെയ്ഡ് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോകണ്ടേ? ആവശ്യമാണെങ്കിൽ ED റെയ്ഡ് ചെയ്യേണ്ടതാണ്. തീർച്ചയായും റെയ്ഡ് ചെയ്യേണ്ടത്. അല്ല, ഒരു സംശയം. ഈ ഇതിനകത്ത് നമുക്ക് ഈ അറ്റ്, അപ്പ്, ഓൺ എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധിക്ക് അത് പശവ് പറ്റിയെങ്കിൽ അടിസ്ഥാന ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനമാണ്. ആരെങ്കിലും ഇത് കറക്റ്റ് ചെയ്യണ്ടേ? രാഹുലിന് ആ ട്വീറ്റ് തിരുത്താമല്ലോ. അല്ല, എന്നോട് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് എന്താണ് ഇത്. അപ്പോൾ അയാൾ പറഞ്ഞു, വാസ്തവത്തിൽ ആ ട്വീറ്റ് 1:52 ചെയ്തതായിരിക്കില്ല. അയാൾക്ക് രാഹുൽ ഗാന്ധിയുമായിട്ട് കണക്ഷനൊന്നുമില്ല അവിടെ. അയാൾക്ക് എനിക്ക് തോന്നുന്നത് ലോക്കൽ കോൺഗ്രസ്സുകാരനാണ്, കേരളത്തിൽ ചിലർ കണക്ഷൻ. അയാൾ പറഞ്ഞു, ഈ ട്വീറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. പകലിന് ട്വീറ്റ് എഴുതിയിട്ട് അത് എപ്പോൾ ട്വീറ്റ് ആവണം എന്നുള്ള സമയം ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ ഷെഡ്യൂൾ ചെയ്യാമെന്നു. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു. ഷെഡ്യൂൾ ചെയ്തതാണെങ്കിൽ ഈ 1:52 അതെന്ത് സമയമാണ്? അത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടല്ലോ. യൂട്യൂബുകാർ ഷെഡ്യൂൾ ചെയ്യുന്നത് അവരുടെ മാക്സിമം വ്യൂവേഴ്സ് യൂട്യൂബിൽ വരുന്ന സമയം ഇങ്ങനെയൊക്കെ നോക്കി ചില ലോജിക്ക് വെച്ചിട്ടാണ്. അല്ല വെറുതെ അങ്ങ് ഷെഡ്യൂൾ ചെയ്യുക, അത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സുനിലിനൊരു മെയിൽ അയക്കുന്നു, അത് ഷെഡ്യൂൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാനങ്ങ് അയക്കും, സുനിലിന് സമയം കിട്ടുമ്പോൾ വായിക്കും. ഇത്രയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ട്വീറ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പോൾ ആ കോൺഗ്രസ്സുകാരൻ്റെ വെപ്രാളം എന്താണെന്ന് വെച്ചാൽ ഇയാൾ രാത്രി 1:52 ഇങ്ങനെ ഒരു ടെൻഷനിലൊന്നും എത്തിയിട്ടില്ല, പകൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, പകൽ ചെയ്തതാണെങ്കിൽ പകലങ്ങ് ട്വീറ്റ് ചെയ്തോന്ന്. ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യം എന്താ? രാത്രി 1:52. അപ്പോൾ അയാൾ എൻ്റെ പോയിന്റ് ചേട്ടാ എനിക്കറിയാം, ഇത് ആർക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഈ ട്വീറ്റ്. അതാണ് ഇതിൻ്റെ സമയം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഭാഷയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. 2 in 1 ഡിഡിൻറ്റ് ലൈക്ക് മൈ ട്വീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതായാലും ബിസ്ക്കറ്റ്സ് ഓൺ മീ. ചായ ആൻഡ് ബിസ്ക്കറ്റ്സ്.
ചായ ആൻഡ് ബിസ്ക്കറ്റ്സ് ഓൺ മീ. ചായ ദേഹത്ത് വീണാൽ എന്തായിരിക്കും അവസ്ഥ? ചൂട് ചായ ആണെങ്കിൽ. ഏതായാലും അബ്സല്യൂട്ട്ലി ഫൂളിഷ്. ബട്ട് അതിനകത്ത് ഒരു ഫോർ വാണിംഗ് ഉണ്ട്. അങ്ങേരുടെ ഭയം അടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും സംഭവിക്കാവുന്നൊരു റെയ്ഡിനെ ചൊല്ലിയുള്ള വേവലാതി അതിനകത്തുമുണ്ട്. ഏതായാലും ട്വീറ്റ് ഇപ്പോഴും ഉണ്ട്, ലൈവാണ്, വിഡ്രോ ചെയ്തിട്ടില്ല. ആ വിഡ്രോ ചെയ്യാനൊന്നും പോകുന്നില്ല. അതവിടെ ഇനി വിഡ്രോ ചെയ്താൽ തന്നെ ഇതിൻ്റെ എത്ര സ്ക്രീൻഷോട്ട്സ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ വിഡ്രോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും വായിക്കാത്തവർ വായിക്കട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.